ഹായ് അസ്സലാമുഅലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്റ്റഫ്ഡ് ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി, നമുക്കറിയാമല്ലോ ഏകദേശം ഇത്ര വേണ്ടി വരുന്നത്, ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ്. പിന്നെ അതിലേക്ക് വെളുത്ത എള്ള ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ചുമ്മാ അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കറുത്തുള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നോർമലായിട്ടുള്ള വാട്ടർ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവാവുന്ന വരെ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്ത ശേഷം 1 ടീസ്പൂൺ ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ആ ഒരു ബൗളിലാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കുന്ന ആ ഒരു സമയം വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് എടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അത് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ചതച്ചതുണ്ടെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 1 സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞതാണ്. ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിയില്ല, ആ രീതിയിൽ അരിഞ്ഞതാണ് കേട്ടോ. 1 സവാള, വലിയൊരു സവാളയായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, കൂടി പോവരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറെ സംഭവങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്, അപ്പോൾ ഉപ്പ് കൂടി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 പച്ചമുളക് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ മല്ലിയില, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അത് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് അതെല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ, ഇവിടെ എരിവിനനുസരിച്ചാണ്. അപ്പം കാശ്മീരി മുളക് പൊടി മതിയെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇങ്ങനെ കൈവച്ചിട്ട് പിച്ചെടുത്തതാണ്. അപ്പോൾ അതതിലേക്ക് ഏകദേശം 1 കപ്പ് ഉണ്ടാവും കേട്ടോ. അത് അതിലേക്ക് നമ്മുടെ എത്രയാണോ നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് ചേർക്കുക. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 നുള്ള് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള ടേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, മാഗി ക്യൂബ്, ചിക്കൻ സ്റ്റോക്ക് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും, വേറൊരു നല്ലൊരു ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക, അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അത് അതിലിങ്ങനെ അലിയിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറയാൻ കാരണം. പിന്നെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് വലിയൊരു ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇതിങ്ങനെ ചെറിയ ബോൾസ് ആക്കി ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾ ഈ ഒരു നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡോ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏകദേശം ഒരു ചെറിയൊരു ബോൾ എടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാം ഒരുപോലെ ആവണം കേട്ടോ, ഒരേ വലുപ്പത്തിലുള്ള ബോളാവണം, അല്ല ഒരുമിച്ച് നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു പൂരി പ്രസ്സിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. കൂടുതൽ തിന്നായി പോവരുത്, കുറച്ചൊക്കെ കട്ടിയിൽ വേണം ഇത് അമർത്തി എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ആ ഒരു പൂരി പ്രസ്സിൽ തന്നെ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ അങ്ങ് അമർത്തി കൊടുക്കുക.
ഒരുപാട് തിന്നായി പോകരുത്, അപ്പോൾ ഉള്ളിലുള്ള മസാലയൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൂരി പ്രസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ മെല്ലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ടല്ല അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ച് ഓയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായ ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ മെത്തേഡിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉള്ളിലെ മസാലയ്ക്ക് വന്നുകൊണ്ട് തന്നെ പുറമേക്കുള്ള ഒരു ഭാഗം മാത്രം നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടെ വീണ്ടും മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. അതൊന്നും കൂടെ ഒന്ന് കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതെല്ലാം കോരിയെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നത് നോക്കി ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഹാർഡായി പോയിട്ടൊന്നുമില്ല. പുറം ഭാഗം ഒന്നും ഹാർഡായി പോയിട്ടൊന്നുമില്ല. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചുകൊണ്ട് തന്നെ ഹാർഡായി പോയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് പുറം ഭാഗവും. ഉൾഭാഗത്ത് ഇതുപോലെ സ്റ്റഫായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്